ഹലോ, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ ഇന്നിവിടെ ഒരു ഓണം ഗ്രീറ്റിംഗ് കാർഡാണ് ചെയ്യുന്നത്. ആ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഓണത്തിന് മുന്നേ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആയിരുന്നു, പക്ഷേ തീരെ വയ്യാതായിപ്പോയി. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതാണ് ലേറ്റ് ആയത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈകിയ ഓണാശംസകളാണെങ്കിലും എല്ലാവരും സ്വീകരിക്കണം. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു കാർഡ് സ്റ്റോക്ക് പേപ്പറാണ് വേണ്ടത്. ആ പേപ്പറിന് നമുക്ക് 3 പീസായിട്ട് കട്ട് ചെയ്യാം. ഓരോന്നും പ്രത്യേക മെഷർമെൻ്റ് ഉണ്ട്. അത് ഓരോന്നും ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് ഈ പീസാണ്. ഇതൊരു 10x10 പീസാണ്. ഈ 10x10ൻ്റെ അകത്ത് ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്കൊരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്കൊരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3.8 സെൻറ്റിമീറ്ററിൽ ഒരു ബോക്സാണ് മാർക്ക് ചെയ്യേണ്ടത്. ഏകദേശം നടുവിലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇതുമാതിരി ഒരു ബോക്സ് മാർക്ക് ചെയ്യുക. 2 സൈഡിലും നമ്മൾ ബോക്സ് മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് വരാം. നമ്മളിവിടെ 2 സ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 2 സ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പർ എടുത്തിട്ട് വരാം. നമുക്ക് ഇങ്ങനെ 2 പേപ്പർ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2ൻ്റെ അകത്ത് നമ്മൾ ഏത് കാർഡാണോ ഉണ്ടാക്കുന്നത്, ഇപ്പം നമ്മൾ ന്യൂ ഇയേഴ്സ് കാർഡാണെങ്കിൽ ന്യൂ ഇയർ മെസ്സേജസ്, അല്ല ഫ്രണ്ട്ഷിപ്പ് കാർഡാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മെസ്സേജസ്. ഇപ്പോൾ ഓണം ആയതുകൊണ്ട് ഞാനൊരു ഓണം മെസ്സേജാണ് എടുക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി 1 സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് രണ്ടാമത്തത് സ്റ്റിക്ക് ചെയ്യാം. ഞാൻ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലിറ്റിൻ്റെ വീതിയിനേക്കാളും ചെറിയൊരു വീതിയിലാണ് ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ 2 സ്ലിറ്റിൻ്റെ ഇടയിൽ കൂടി ഇട്ടിട്ട് നമുക്കത് ജോയിൻ ചെയ്തിട്ടെടുക്കാം. നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ സൈഡ് ടൈപ്പ്. ഇവിടെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് ഒട്ടിക്കേണ്ടത്. ഇവിടെയും നമുക്കത് ഇതിൻ്റെ മേളിൽ തന്നെ ഒട്ടിക്കാം. ഇനി ഞാൻ ഓൾറെഡി ഇതിനെക്കാട്ടും വലിയൊരു പേപ്പർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ കയ്യിൽ വേറൊരു സ്റ്റിക്കറും കൂടി ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാണ്. ശേഷം ഇവിടെയിട്ട് സ്റ്റിക്ക് ചെയ്യാണ്. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇതന്നെ എടുക്കാം. വരുന്ന ഭാഗം ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം കാർഡ് വരുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇങ്ങനെ, ഇതാണ് നമ്മുടെ കാർഡ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാർഡ് ഇങ്ങനെയുള്ളൊരു സ്ലൈഡിങ് കാർഡാണ്. ഇതാണ് നമ്മുടെ കാർഡ് വരുന്നത്. നമുക്ക് തിരിച്ചും ഇങ്ങനെ ആക്കാൻ പറ്റും. ഈ സ്ലൈഡിങ് ഗ്രീറ്റിംഗ് കാർഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം. പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്.